നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് സാറ്റേൺ ഫിഫ്ത്ത് ഹൗസിൽ നിന്നാനുള്ള ഫലങ്ങളെക്കുറിച്ചാണ്, പൊതുഫലങ്ങളെക്കുറിച്ചാണ്. ഫിഫ്ത്ത് ഹൗസ് എന്തൊക്കെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഫിഫ്ത്ത് ഹൗസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള വീഡിയോ നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട്, അത് പോയി കാണുക. ഫിഫ്ത്ത് ഹൗസിൽ മറ്റ് ഗ്രഹങ്ങൾ നിൽക്കുന്ന അതും കാണുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ പല ഗ്രഹങ്ങൾ ഒരുമിച്ച് 5-ൽ നിൽക്കാം, 1, 2, 3 അല്ലെങ്കിൽ 5, അല്ലെങ്കിൽ പല ഗ്രഹങ്ങൾ ഒരുമിച്ച് നിൽക്കാം. അപ്പോൾ ആ നിൽക്കുന്നതിനനുസരിച്ച് 5-ാം ഭാവത്തെക്കുറിച്ച് പഠിക്കണം. ഈ ഓരോ ഗ്രഹങ്ങളും അവിടെ നിന്നാലുള്ള ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കണം. ഇവരുടെ കോമ്പിനേഷൻസ് വരുമ്പോൾ എന്തൊക്കെ പോകാം, എന്തൊക്കെ ഗുണമായിട്ട് വരാം എന്നുള്ളതും കൂടെ പഠിക്കണം. അങ്ങനെ ഈ 5-ാം ഭാവത്തിൽ വിവിധ ഗ്രഹങ്ങൾ നിന്നാലുള്ള ഫലത്തെക്കുറിച്ച് നമുക്ക് അങ്ങനെ പഠിച്ചെടുക്കാം. പിന്നെ പല ജാതകങ്ങൾ, പലരുടെ ജീവിതാനുഭവങ്ങൾ, പല കാര്യങ്ങളും എല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ അതിൻ്റെ ഒരു ഫൈനൽ ലെവലിലേക്ക് എത്തുന്നത്. എൻ്റെ ഒരു ജീവിതാനുഭവം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് വീഡിയോസൊന്നും അങ്ങനെ മോശമാവുന്നില്ലായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ ബ്രേക്ക് ആവുന്നില്ലായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഇത് വരേണ്ടത്, സാറ്റേൺ ഫിഫ്ത്ത് ഹൗസിലുള്ളത് വരേണ്ടത് ബ്രേക്കായി, ശാരീരിക ബുദ്ധിമുട്ട് കൊണ്ട് തന്നെ. അപ്പം ഫിഫ്ത്ത് ഹൗസ് എന്ന് പറയുമ്പോൾ, ഫിഫ്ത്ത് ഹൗസ് സാറ്റേണിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ആ ഒരു ബ്രേക്ക് വന്നു. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ മടി, നഷ്ടം, ഡിലേ, ഇതെല്ലാം ഫിഫ്ത്ത് ഹൗസിൽ വരും. ഫിഫ്ത്ത് ഹൗസ് എന്തൊക്കെയാണോ പറയുന്നത് ആ വിഷയങ്ങൾക്കെല്ലാം സാറ്റേൺ ഡിലേ വരുത്തും എന്നുള്ളതാണ്. അപ്പം നമുക്ക് എന്തായാലും ആദ്യം ഇതിൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നോക്കാം. ഫിഫ്ത്ത് ഹൗസിൽ സാറ്റേൺ പൊതുവേ ശനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു എന്താ പറയുക, ഒരു നെഗറ്റീവായിട്ടുള്ള ഒരാളെ കാണുന്ന പോലെയാണ് പറയുന്നത്. ശനി വരുന്നേ, 7ാം ശനി വരുന്നേ എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് ഉള്ളിലൊരു ഭീതിയാണ്, ഒരു വെപ്രാളമാണ്, എന്താവും എന്നുള്ളതാണ്. അങ്ങനെയൊന്നുമില്ല. ശനി ഒരുപാട് ഗുണാനുഭവങ്ങൾ നൽകുന്നുണ്ട്. റോങ് ചിന്താഗതിയും ശനി കാരണമാകുന്നുണ്ട്. കാരണം ഫിഫ്ത്ത് ഹൗസ് സാറ്റേൺ എന്ന് പറയുന്നത് കലിയുഗത്തിൽ ഒരുപാട് സ്വാധീനിക്കുന്ന ഒരു പ്ലാനറ്റും കൂടിയാണ് എന്നുള്ളത്. കാരണം കഷ്ടപ്പാടുകൾ, ദാരിദ്ര്യങ്ങൾ നമ്മൾ പുറമേ കാണുന്ന പോലെയല്ല, പുറമേ കാണുന്ന കാര്യങ്ങൾ പോലെയല്ല ശരിക്കും ജീവിതം എന്ന് പറയുന്ന. സമ്പത്തുള്ളവനും സമ്പത്തില്ലാത്തവനും ഒരുപോലെ കഷ്ടപ്പെടുകയും ദുഃഖിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം ഉറപ്പായിട്ടും സാറ്റേണിൻ്റെ ഇൻഫ്ലുവൻസ് വരുമ്പോണ്ടാകും. ഈ വ്യാസഭഗവാൻ കലിയുഗ വർണ്ണന നടത്തിയിരിക്കുന്നത് നമ്മളൊന്ന് വായിച്ചു നോക്കിയാലും മനസ്സിലാവും എത്രത്തോളം പാടാണ് കലിയുഗത്തിൽ. ഫിഫ്ത്ത് ഹൗസ് എന്ന് പറയുന്നത് സ്പിരിച്വാലിറ്റിയാണ്. സ്പിരിച്വാലിറ്റിയിലേക്ക് നമ്മുടെ ബോധം എത്താൻ, അല്ലെങ്കിൽ ആ ഒരു തലത്തിലേക്ക് നമ്മൾ പോകാൻ, ക്വാളിറ്റി ഓഫ് ലൈഫിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ എത്രത്തോളം പാടാണ് എന്നുള്ളത് പല പുരാണങ്ങളിലും പല ഉപനിഷത്ത് ഗ്രന്ഥങ്ങളിലും അതുപോലെ തന്നെ തന്ത്രഗ്രന്ഥങ്ങളിലുമൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരുന്നത്. മനസ്സ് അത്രയും സ്റ്റേബിൾ ആവണമെങ്കിൽ അത്രയും പാടാണ്. ക്വാളിറ്റി ഓഫ് ലൈഫിനെ കുറിച്ച് കാട്ടിലും കൂടുതൽ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് ബാഹ്യമായ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും ചിന്ത. ഈ ബാഹ്യമായ സൗന്ദര്യവും വിഷയങ്ങൾക്കും വേണ്ടിയിട്ട് മനുഷ്യൻ ഇങ്ങനെ ജീവിച്ച് കഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. എന്നാൽ ഒരു തൃപ്തി വരുമോ? അതൃപ്തി വരികയില്ല. അപ്പം അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കലിയുഗത്തിൻ്റെ ആദ്യ ഭാഗത്തൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പം ഇവിടെ സാറ്റേൺ എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ ഒരു ധ്വനി ഞാൻ എവിടെ നോക്കിയാലും അതൊരു ശനിയുടെ ഒരു ഇൻഫ്ലുവൻസ് മിക്കവാറും ഞാൻ കാണുന്ന അങ്ങനെ ഇതുകൊണ്ടായിരിക്കും. ചില ആൾക്കാർ ഇപ്പോൾ പറയുന്നുണ്ട് ഇതിപ്പോൾ സത്യയുഗത്തിലേക്ക് പോയിരുന്നു. ഒന്ന്, ശങ്കരാചാര്യർ പോലും ത്യജിച്ച് കളയാത്ത, ശങ്കരാചാര്യർ പോലും ഉപേക്ഷിക്കാത്ത, ശങ്കര ഭഗവത്പാദർ തൻ്റെ പ്രസ്ഥാനത്രയം എന്ന് പറയുന്ന ഈ പറയുന്ന സന്യാസ സമ്പ്രദായം സ്ഥാപിച്ച സമയത്ത് ബ്രഹ്മസൂത്രവും അതുപോലെ തന്നെ ദശോപനിഷത്തുക്കളും ഭഗവത്ഗീതയൊക്കെയാണ് അതിൻ്റെ സിലബസായിട്ട് എടുത്തിട്ട് അതിന് വ്യാഖ്യാനം അദ്ദേഹം കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം പോലും തള്ളിക്കളയാത്ത വ്യാസഭഗവാന്റെ അഭിപ്രായത്തിൽ കലിയുഗ വർണ്ണന പറയുന്ന എല്ലാ കാര്യങ്ങളും ഇന്ന് ഭൂമിയിൽ വളരെ കൃത്യമായിട്ട് കാണാം. നമ്മൾ ട്രാവൽ ചെയ്താൽ മനസ്സിലാവും. പലപ്പോഴും ഇത് സത്യുഗമാണ് എന്ന് പറയുന്നത് ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തെ കണ്ടിട്ടുണ്ടാവാൻ തോന്നില്ല, ശരിക്കുള്ള മനുഷ്യരുടെ ജീവിതത്തെ കണ്ടിട്ടുണ്ടാവാൻ തോന്നില്ല. കാരണം അതൊന്ന് ഇറങ്ങി നോക്കണം, അറിയാം നമ്മളൊക്കെ എത്രത്തോളം ഭാഗ്യവാന്മാരാണ് എന്നുള്ളത്. ലോകം കാണാൻ ഇറങ്ങിയാൽ വെറുതെ കാണാൻ ഇറങ്ങാനല്ല, ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് ഓരോ സ്ഥലത്തെയും ഓരോ സംസ്കാരത്തിൻ്റെയും ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് ഇറങ്ങിച്ചെന്നാൽ നമുക്കത് മനസ്സിലാവുകയും ചെയ്യും. അപ്പം ആ ഒരു ശനിയുടെ ഇൻഫ്ലുവൻസ് എവിടെയൊക്കെ വരുന്നു അവിടെ എവിടെയൊക്കെ ആ ഒരു
ആ ഒരു ദുരന്തം, ആ ഒരു ഇത്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ദുരന്തവും ദുരിതങ്ങളും ഒക്കെ ഉള്ളപ്പോൾ അവർ അതുമായിട്ടങ്ങ് സെറ്റാവും. ശനിക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ശനി മടിയുടെയും കൂടെ കാരകനാണ്. അപ്പം ശനിയെക്കുറിച്ച് പഠിക്കാൻ പോകുമ്പോൾ ആ ഒരു രീതി കൂടുതലായിട്ട് ശ്രദ്ധിക്കണം. ഇന്ന് അതുപോലെ തന്നെ ശനി 5-ൽ നിൽക്കുന്ന സമയത്ത് യോഗാവസ്ഥയിൽ, അതായത് സ്പിരിച്വൽ ആയിട്ട് മെഡിറ്റേഷനൊക്കെ ചെയ്യാനുള്ള ഭാഗ്യവും വരും. അതേപോലെ തന്നെ നേരെ ഓപ്പോസിറ്റായിട്ട് മടിക്കും വരാം. അപ്പോൾ ഈ ഭാഗവതത്തിലൊരു ഭാഗമുണ്ട്, ധ്രുവചരിതം. അപ്പോൾ ധ്രുവൻ ഇങ്ങനെ വളരെ പെട്ടെന്ന് ഭഗവാനെ പ്രത്യക്ഷമായി കഴിഞ്ഞു. അദ്ദേഹത്തിന് കുറച്ചിന് മനസ്സിനൊരു അങ്കലാപ്പൊക്കെ ഉണ്ടായി. അപ്പോൾ ഭഗവാനെ പ്രത്യക്ഷമായാലും അങ്കലാപ്പം ഉണ്ടാകും എന്നുള്ള. അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, ബ്രഹ്മദേവന് പോലും കാണാൻ പാടുള്ളത് ധ്രുവന് കാണാൻ പറ്റി ഭഗവാന്റെ രൂപം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബ്രഹ്മാവിന് പോലും കാണാൻ പറ്റാത്ത കാര്യങ്ങളെയാണ് ശരിക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ പലരും ഞങ്ങൾ സ്പിരിച്വൽ എൻലൈറ്റഡ് ആയി എന്ന് പറഞ്ഞിട്ട് ഓരോന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് നടന്നിട്ട് അതിൽ പോയി വശംവദരാവുന്നത്. റോങ് ആയിട്ടുള്ള സ്പിരിച്വൽ തോട്ട്സ്, റോങ് ആയിട്ടുള്ള സ്പിരിച്വൽ ബിസിനസ്സുകൾ, റോങ് ആയിട്ടുള്ള യോഗ, ഫിലോസഫിക്കൽ എക്സിക്യൂഷൻ ആൻഡ് പ്രൊപ്പഗൻഡ, ഇതെല്ലാം ശനിയുടെ ഒരു നീചാവസ്ഥയാണ്, ശനിയുടെ ഒരു ബലക്ഷയമാണ്, ശനിയുടെ ഒരു രാഹു കോമ്പിനേഷനാണ്, ശനിയുടെ ഒരു നീചത്വമാണ്. അപ്പം മടിയാണ് ആൾക്കാരെ തന്നിലേക്ക് അടിമകളാക്കി വെക്കുന്നത്. അടിമത്വം ശനിയാണ്, സ്ലേവറി ശനിയാണ്. അത് സ്പിരിച്വാലിറ്റിയിലായാലും രാഷ്ട്രീയത്തിലായാലും അണികളെ ചൂഷണം ചെയ്യുന്നത്, ജോലിയിലായാലും എവിടെയാണല്ലോ ആ ഒരു ചൂഷണം ചെയ്യുന്നതൊക്കെ സാറ്റേൺ ആണ്. അപ്പോൾ സാറ്റേൺ 5th ഹൗസിൽ നിന്നാലുള്ള ഇത് ഞാൻ എന്തിനാ ഇത് എടുത്ത് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇന്നത്തെ കാലഘട്ടത്തിൽ ആരെങ്കിലുമൊക്കെ ഇതൊക്കെ പറയണം, വീണ്ടും വീണ്ടും പറയണം. അപ്പം നമ്മുടെ മേഖല സ്പിരിച്വാലിറ്റി ആയതുകൊണ്ട് പറയാം, പലയിടത്തും ഞങ്ങൾ സ്പിരിച്വലാണ്, ഞങ്ങൾ എൻലൈറ്റഡ് ആണ്, നിങ്ങൾ ഗ്രന്ഥങ്ങളൊന്നും വായിക്കരുത്, ഞാനൊന്നും വായിക്കാറില്ല, നിങ്ങളൊന്നും വായിക്കരുത് എന്ന് പറഞ്ഞിട്ട് റോങ് സൈഡിലേക്ക് ആൾക്കാരെ അവരുടെ വാസനകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇവർ വളരുന്നത് കണ്ടിട്ടുണ്ട്. അതൊരു ബിസിനസ്സാണ്. സ്പിരിച്വൽ ടൂറിസത്തിൻ്റെ പോലുള്ള ഭാഗങ്ങളാണ്. അത് ഒരുപാടിടത്ത് കാണാം. ഇന്ത്യയിൽ മാത്രമല്ല, വിദേശത്തും ഒരുപാട് കാണാം. എപ്പോഴും എൻ്റെ വീഡിയോകളിൽ സ്പിരിച്വൽ തന്ത്രയുടെ വീഡിയോ ചെയ്യുമ്പോഴാണെങ്കിൽ, അസ്ട്രോളജി വീഡിയോ ചെയ്യുമ്പോഴാണെങ്കിൽ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അതുപോലെ തന്നെയാണ് അസ്ട്രോളജി. അതുകൊണ്ട് എനിക്ക് എന്നും നിങ്ങളോട് പറയാനുള്ളത്, ഈ 5th ഹൗസിനെ കുറിച്ച് പറയുന്നതുകൊണ്ടായിരിക്കാം, ഒരു ജീവിതം എന്നും ഒറ്റയ്ക്ക് നിൽക്കേണ്ട ഒരു മേഖലയാണ്. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഒറ്റയ്ക്കുള്ള യാത്രയുമാണ്. അതിൽ വഴി കാട്ടിത്തരാൻ മാത്രമേ ആചാര്യന് കഴിയത്തുള്ളൂ. ഉയർന്ന തലത്തിലുള്ള തീവ്രതര പോലുള്ള ദീക്ഷകൾ കിട്ടാനും അങ്ങനെയുള്ള ഗുരുക്കന്മാരെ കിട്ടാനും നമ്മൾ അത്രയും യോഗ്യരായിരിക്കണം. നമ്മുടെ യോഗ്യത വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാവും നമ്മൾക്ക് കിട്ടുന്ന ഗുരു എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയുള്ള തലമായിരിക്കാം കിട്ടുന്നതെന്നൊക്കെ ഉള്ളത്. അതുകൊണ്ട് വലിയ വലിയ മാർക്കറ്റിങ്ങുകളിൽ വശംവദരാവാതെ നിങ്ങളെ സ്വയം അന്വേഷിക്കുക. ഇഷ്ടം പോലെ ബുക്സ് അവൈലബിൾ ആണെന്ന്, പ്രത്യേകിച്ച് സ്പിരിച്വാലിറ്റിയുടെ ആണെങ്കിൽ അസ്ട്രോളജിയുടെ ആണെങ്കിൽ ഇഷ്ടംപോലെ ബുക്സ് അവൈലബിൾ ആണ്. അത് പഠിക്കുക, വായിക്കുക. ഇപ്പോൾ ഇതിൽ കലർപ്പൊക്കെ ഉണ്ടോ എങ്ങനെ അറിയാൻ പറ്റും? കലർപ്പുണ്ട്. ഒരുപാടിടത്ത് പല കാര്യങ്ങൾ, പലരുടെ കമൻട്രിയിലൊക്കെ ഒരുപാട് കലർപ്പുകളുണ്ട്, ഒരുപാട് വിഷയങ്ങളുണ്ട് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതൊക്കെ സത്യം തന്നെയാണ്. പക്ഷേ നിങ്ങൾ അതിൻ്റെ തലത്തിലേക്ക്, സ്പിരിച്വൽ ബുക്സ് ആണെങ്കിലും അസ്ട്രോളജി ബുക്ക് ആണെങ്കിലും ഒക്കെ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ കുറേ കാലം ഇത് വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ കലർപ്പ് ഏതാണ്, സത്യം ഏതാണെന്നുള്ളത് തിരിച്ചറിയും. കാരണം വെച്ചാൽ നമ്മുടെ ഉള്ളിൽ ആ സത്യം വിളങ്ങുന്നത് കൊണ്ട് അത് സത്യം ഏതാണ്, കലർപ്പ് ഏതാണെന്നുള്ളത് മനസ്സിലാകും. അപ്പം പൂജ കഴിക്കുന്നതുകൊണ്ടോ, അമ്പലത്തിൽ പോകുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ ക്ഷേത്ര ദർശനം നടത്തുന്നതുകൊണ്ടോ, വീട്ടിൽ പൂജ കഴിക്കുന്നതുകൊണ്ടോ, വീട്ടിൽ വിളക്ക് വെക്കുന്നതുകൊണ്ടോ ഒന്നും ഒരു ദോഷമില്ല. നിങ്ങൾക്ക് എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യുക. ചിലർ പറയും പൂജ കഴിക്കുന്നത് എനിക്കിഷ്ടമല്ല, മെഡിറ്റേഷൻ മാത്രമാണ് ഇഷ്ടം, മെഡിറ്റേഷൻ എനിക്കിഷ്ടമല്ല, ഇത് മാത്രമാണ് ഇഷ്ടം. സ്വസ്ഥമായിരിക്കാൻ അവരവർക്ക് ഏറ്റവും തൃപ്തിയാവുന്ന സാധനാപന്താവ് എടുത്ത് അതിലൊരു ക്വാളിറ്റി ആയ ശേഷം മാത്രം ഗുരുവിനെ അന്വേഷിക്കുക എന്നുള്ളതാണ് എൻ്റെ വളരെ വ്യക്തിപരമായ അഭിപ്രായം. ഞാൻ എന്താണ് 5th ഹൗസ് സാറ്റേൺ കുറിച്ച് പറഞ്ഞപ്പോൾ ഇത് പറഞ്ഞേ എന്ന് ചോദിച്ചാൽ, 5th ഹൗസ് സാറ്റേൺ പലപ്പോഴും ചില വ്യക്തികൾ കാരണം ജീവിതം നശിച്ചു പോകുന്നത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് 5th ഹൗസ് സാറ്റേണിൽ ഞാനിതെടുത്ത് പറഞ്ഞത്. കാരണം ചിലപ്പോൾ അത് ഗുരുതുല്യരായിട്ടുള്ള ആൾക്കാരിൽ നിന്നുമായിരിക്കും. അവരുടെ ഒരു റോങ് ചിന്താഗതിയും അവർ പറയുന്നത് കേട്ട് ഒരു അടിമകളെ പോലെ അവരുടെ അടുത്തിരിക്കാൻ പറ്റും. അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ
നിങ്ങൾ അടിമകളെ പോലായിട്ട് അവർ എടുത്തിരിക്കാൻ പറ്റും. അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുടെയോ നേതാക്കന്മാരുടെയോ ഒക്കെ അടിമകളായിട്ട് ഇരിക്കേണ്ടി വരുന്ന ഒരവസ്ഥ വരുന്നത് ഒക്കെ അങ്ങനെ വന്നിട്ട് ജീവിതം തളർന്നു പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഒരു ഇംഗ്ലീഷ് പോയമുണ്ട് ബ്രയാനെ ചോൾക്കർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ ഒരു പോയത്തിൻ്റെ ഒരു ഫസ്റ്റ് ലൈനുണ്ട്. അതായത് പീപ്പിൾ കമ്മിങ് ടു യുവർ ലൈഫ് ഫോർ എ റീസൺ, എ സീസൺ ഓർ എ ലൈഫ് ടൈം. ചില മനുഷ്യർ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എന്തെങ്കിലും ഒരു കാരണമുണ്ടാവും. നമുക്ക് എന്തെങ്കിലും ഒരു തിരിച്ചറിവ് തരുന്നതിന് വേണ്ടിയിട്ടായിരിക്കും. ചിലതൊരു സീസണലായിരിക്കും. ചുമ്മാ ആ കാലഘട്ടത്തിൽ മാത്രം. നമ്മൾ ഇന്നത്തെ കാലത്ത് ചില ഷിപ്പുകളെ കുറിച്ചൊക്കെ പറയട്ടെ, സിറ്റുവേഷൻ ഷിപ്പ്, ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫിഫ്ത്ത് ഹൗസ് പറയുന്നുണ്ടാണ് ഞാനിത് പറയുന്നത് കേട്ടോ. അപ്പം ചില എന്തെങ്കിലും ഒരു സമയത്ത് മാത്രം വന്നു പോകുന്ന, ചില സീസണുകളിൽ മാത്രം വന്നു പോകുന്ന ചില കാര്യങ്ങൾ. സമ്മർ ലൈഫ് ടൈം, അതൊരു ചില ആൾക്കാർ ജീവിതാവസാനം വരെ ഉണ്ടാവും. ചിലപ്പോൾ അത് ഗുണമാവാം ദോഷമാവാം, പക്ഷെ ജീവിതാവസാനം വരെ ഉണ്ടാവാം. ഇവരാരുണ്ടായാലും ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിക്കുക എന്നുള്ളതാണ് ഫിഫ്ത്ത് ഹൗസ് സാറ്റേണിൻ്റെ ഒരു കാര്യം. കാരണം ഫിഫ്ത്ത് ഹൗസ് എന്ന് പറയുന്നത് പ്രണയഭാവം കൂടി ആയതുകൊണ്ട് ചിലപ്പം ചില റീസണായി കൊണ്ടായിരിക്കാം, ചിലപ്പോൾ സീസണലായിരിക്കാം, ചിലപ്പം ലൈഫ് ടൈം വരെ ദുഃഖത്തിന് കാരണമായിട്ടുള്ള ചില കാര്യങ്ങളാവാം. കാരണം ഈ ഫിഫ്ത്ത് ഹൗസ് സാറ്റേൺ മാരേജ് ഡിലേ ചെയ്യുന്നത് കിട്ടിയിട്ടുണ്ട്. അതിന് കാരണം നൈരാശ്യമോ അല്ലെങ്കിൽ ചിന്താഗതികൾ അടിമപ്പെട്ട്, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഇൻഫ്ലുവൻസോ അടിമപ്പെട്ടൊരു സ്ലേവായിട്ട്, ഒന്നീ ബ്രേക്കപ്പിൻ്റെ ആ ഒരു ട്രോമയ്ക്ക് സ്ലേവ് ആവുക, അല്ലെങ്കിൽ ഡിപ്രഷന് സ്ലേവ് ആവുക, എന്തെങ്കിലും കാര്യത്തിന് സ്ലേവറി വന്നിട്ട്, അല്ലെങ്കിൽ ആ ഒരു അടിമത്വം വന്നിട്ട് വിവാഹമൊക്കെ വൈകി കുറേ വർഷങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം ഒറ്റയ്ക്ക് നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ നെഗറ്റീവ് ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പം നമുക്കെന്തായാലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. പോസിറ്റീവ് ട്രൈറ്റ്സ് ഫിഫ്ത്ത് ഹൗസ് സാറ്റേണിൻ്റെ ഒന്നാമത്തേത്, ഫിഫ്ത്ത് ഹൗസ് ക്രിയേറ്റിവിറ്റിയാണ്. അപ്പം ഒരു പോസിറ്റീവായ ബലപ്പെട്ട ശനിയാണെങ്കിൽ കഷ്ടപ്പെടാനുള്ള മനസ്സുണ്ടാവും, ഡിസിപ്ലിൻ ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യും. ഒരു കൃത്യമായ ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനും ഇവർക്ക് കഴിയും. അതൊരു ലോങ് ടേം ആയിട്ടുള്ള അച്ചീവ്മെൻ്റ് ആയിരിക്കും. സാറ്റേൺ എപ്പോഴും ഒരു സ്ലോ മൂവിങ് പ്ലാനറ്റാണ്, ഡിലേയിങ് ആണ്, പതുക്കെയാണ്, ഒഴുക്കാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഒരു ലോങ് ടേം ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും സാറ്റേൺ എപ്പോഴും നോക്കുന്നത്. അപ്പം ലോങ് ടൈം അച്ചീവ്മെൻറ്റുകൾക്കുള്ള പ്ലാനിങ്ങുകളും ലോങ് ടൈം രീതിയിലുള്ള സ്ട്രക്ചറിങ് ആയിരിക്കില്ല. അപ്പം ഈ ഷോർട്ട് ടൈം കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ഇവരുടെ തോട്ട് എപ്പോഴും പറയുന്നത് ഭാവിയിൽ ഇങ്ങനെ ആവാം എന്നുള്ളത് കൊണ്ട് ഇങ്ങനെ തന്നെ പോകുന്നതായിരിക്കുന്നില്ല. അപ്പോൾ ഒരു ഡിസിപ്ലിൻ ആൻഡ് സ്ട്രക്ചേർഡ് ആയിരിക്കും ഇവരുടെ കാര്യങ്ങൾ എന്നുള്ളതാണ് മെയിൻ ഫിഫ്ത്ത് ഹൗസിൻ്റെ. പ്രത്യേകിച്ച് ആർട്ടിസ്റ്റിക് ഏരിയകളിൽ കുട്ടികളുടെ കാര്യത്തിൽ ഇതിനെല്ലാം എന്തൊക്കെ വേണോ അതെല്ലാം വളരെ സ്ട്രക്ചേർഡ് ആയിരിക്കും, കൃത്യത ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. നമ്പർ 2 പോസിറ്റീവായിട്ടുള്ള കാര്യത്തിൽ രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ കമ്മിറ്റഡ് റൊമാൻസ്. അതുകൊണ്ടാണ് ഈ വർഷങ്ങളോളം നൈരാശ്യമൊക്കെ വന്നാൽ പിടിച്ചിരിക്കുന്നത്. ഒന്നിൽ നിന്ന് അടുത്തയിലേക്ക് പോകാതെ ഫിഫ്ത്ത് ഹൗസ് സാറ്റേണാണ്. നല്ലതായാലും കേട്ടോ, മോശമായ വേറെ റൂട്ടാണ്, നേരെ വിപരീതമാണ്. പക്ഷെ നല്ലതായാലും സ്റ്റെബിലിറ്റി നോക്കും. റൊമാൻറ്റിക് ലൈഫിൽ ആ ഒരു സ്റ്റെബിലിറ്റി കീപ്പ് ചെയ്യാൻ നോക്കും. ലോയലിറ്റി കീപ്പ് ചെയ്യാൻ നോക്കും. വളരെ ലോയലായിട്ടായിരിക്കും ഇടപെടുന്നത്. ആൻഡ് കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഒരുപാട് കാലം കൊണ്ടുപോകേണ്ടത് കൊണ്ട് തന്നെ അതിനെ ആ രീതിയിൽ കാണാൻ ഒരു ശ്രമം നടത്തും. അതുപോലെ തന്നെ റിലേഷൻഷിപ്പിൽ ഭയങ്കര ഡിപ്പെൻഡബിൾ ആയിരിക്കും. അതായത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നമ്മൾ അവരില്ലാതെ, ആ ഒരു ഭാഗമില്ലാതെ, അതാണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആരാണോ അവരില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നൊരു തോന്നൽ ഉണ്ടാവും. കാരണം ആ ഒരു അടുപ്പ്, ആ ഒരു ചേർച്ച അതുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളവർക്ക് റിലേഷൻഷിപ്പിൽ പരാജയപ്പെട്ട് കഴിയുമ്പോൾ തേപ്പ് കിട്ടും. ഇന്നത്തെ കാലത്തെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ തേപ്പ് കിട്ടിയാൽ അതിഭീകരമായിട്ടുള്ള ട്രോമയിലേക്ക് പോകും, വീഴും, കരയും, വെപ്രാളം ഉണ്ടാവും, ഉറക്കമില്ലാത്ത അവസ്ഥകളുണ്ടാവും, സങ്കടം ഉണ്ടാവും, ഓടി നടക്കും, അവിടെ ഇവിടെയൊക്കെ പരന്ന് നടക്കും. ഫിഫ്ത്ത് ഹൗസ് ലോഡ് സാറ്റേണുമായിട്ട് വന്നാൽ ഈ അവസ്ഥകളുണ്ടാകും കേട്ടോ. തേപ്പ് മേടിയും. 6ാം ഭാവാധിപനുമായിട്ട് ബന്ധം വരിക, ചൊവ്വയായിട്ട് ഫിഫ്ത്ത് ഹൗസ് ലോഡ് വരിക, ഫിഫ്ത്ത് ഹൗസിൽ സാറ്റേൺ, ഫിഫ്ത്ത് ഹൗസ് ലോഡ്, 5ാം ഭാവാധിപൻ 6ൽ പോവുക, ഇതൊക്കെ ഈ വിഷയങ്ങളുണ്ടാക്കും. എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ശ്രദ്ധിക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവർ പോയാലും അതിഭീകരമായ വേദനയിലൂടെ
ആയിരിക്കും കടന്നു പോകുന്നത്. ആ കുറച്ച് കാലം നമ്മൾ എന്ത് പറഞ്ഞു കൊടുത്താലും മനസ്സിലാകത്തില്ല. വേറൊരു കുഴപ്പമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5-ൽ സാറ്റേൺ നിൽക്കുമ്പം 5-ാം ഭാവാധിപൻ 6-ലാണെന്നുണ്ടെങ്കിൽ ഇവരുടെ എതിരെ നിൽക്കുന്നവരായിരിക്കും ഇവരെ പറ്റിച്ചത്. ഇവർ വളരെ കമ്മിറ്റഡ് ആയിട്ടായിരിക്കും നിൽക്കുന്നത്, വളരെ ലോയലായിട്ടായിരിക്കും നിൽക്കുന്നത്, വളരെ ഡിപ്പെൻഡബിൾ ആയിട്ട് അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത് അവരോടൊപ്പം അത്രയും സ്നേഹത്തിലുമായിരിക്കും നിൽക്കുന്നത്. പക്ഷേ ഇവരുടെ ഈ സ്നേഹമൊന്നും കാണാതെ നിന്ന ഇവരുടെ ഓപ്പോസിറ്റ് നിന്ന ആൾക്കാരുണ്ടല്ലോ. 5th ഹൗസ് കാർമിക് പ്ലാനറ്റ് ആണ് സാറ്റേൺ. അതുകൊണ്ട് തന്നെ 5th ഹൗസ് ലോഡ് 6th ഹൗസ് 8th ഹൗസ് 12th ഹൗസുമായിട്ട് ബന്ധം വരിക, ചൊവ്വയായിട്ട് ബന്ധം വരിക, 5th ഹൗസിൽ സാറ്റേൺ വരിക എന്നൊക്കെ പറയുന്നൊരു കാർമിക് കണക്ഷനാണ്. ഇവർക്ക് പൂർവജന്മത്തിലെ ഒരു ശാപതാപങ്ങളുടെ ഫലമായിട്ട് എന്താ സംഭവിക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവരെ അങ്ങ് തേച്ചൊട്ടിക്കും. പൂർവജന്മത്തിലെ ശാപതാപങ്ങളുടെ ഫലമായിട്ട് ഈ വിഷയത്തിൽ ഇവരെത്ര സത്യസന്ധമായിട്ട് നിന്നാലും ഇവരുടെ ഓപ്പോസിറ്റ് നിന്ന് ഇവരെ പറ്റിക്കുന്ന ആൾക്കാർ, ഇവരെ തേക്കുന്ന ആൾക്കാർക്ക് കാരുണ്യമില്ലാതെ ഇവരാണ് ഈ 5th ഹൗസിൽ സാറ്റേൺ നിൽക്കുന്നവരാണ് ഈ തെറ്റെല്ലാം ചെയ്യുന്നത്. ഇവരുടെ തെറ്റുകൊണ്ടാണ് ഇതെല്ലാം സംഭവിപ്പിച്ചത് എന്നുള്ളൊരു ട്രോമ ഉണ്ടാക്കി വെച്ചിട്ടായിരിക്കും പോകുന്നത്. പിന്നെ കുറേ വർഷത്തേക്ക് ഇവർക്ക് സ്വയം ഒരു തോന്നൽ വരും, എൻ്റെ കഴിവുകേട് കൊണ്ടാണ്, എൻ്റെ കഷ്ടകാലം കൊണ്ടാണ്, എൻ്റെ ജീവിതം മോശമായത് കൊണ്ടാണ്, എന്നെക്കൊണ്ട് പറ്റാഞ്ഞിട്ടാണ്, എൻ്റെ കുറവ് കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചതെന്നുള്ളൊരു തോന്നൽ ഇവരുണ്ടാക്കി വെക്കും. ഇവരുടെ ഓപ്പോസിറ്റ് ഇവർക്കുണ്ടാവും. അപ്പം അങ്ങനെ വളരെ മോശമായിട്ടുള്ള അവസ്ഥകളിലേക്ക് പോകുന്ന കുറേ ജാതകങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. അപ്പം അത് നിമിത്തം വിവാഹം വൈകിയും, അതൊരു 28 വയസ്സിലൊക്കെ നടന്നിട്ട് പിന്നീട് 40 വയസ്സ് വരെ വിവാഹം വേണ്ടാന്ന് പോയിട്ട് പിന്നീട് വിവാഹം കഴിച്ചാൽ കൊള്ളാം എന്ന് പറയുമ്പോഴത്തേക്ക് കാലമെല്ലാം കഴിഞ്ഞു പോയി, ജീവിതം കുറേ മാറി, പല യാത്രകൾ ചെയ്തൊരു വല്ലാത്തൊരവസ്ഥയിലേക്കൊക്കെ എത്തുന്നത്, ഒരു നിസ്സഹായ അവസ്ഥയിലേക്ക് എന്താണ് ഇനി അടുത്ത സ്റ്റെപ്പ് എന്നറിയാതെ നിൽക്കുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജാതകം പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ളവരെ കണ്ടാൽ നിങ്ങൾക്കൊന്ന് ഒബ്സർവ് ചെയ്യുകയും ചെയ്യാം. ഇതുപോലത്തെ പല രീതികൾ നിങ്ങൾക്ക് കാണാനും കഴിയും. അപ്പോൾ ആ സാറ്റേണിൻ്റെ ഒരു എഫക്റ്റ്, സാറ്റേൺ 5th 6th 8th 12th ലോഡുമായിട്ട് ബന്ധപ്പെട്ട് 5th ഹൗസിൽ നിൽക്കുക, 5th ഹൗസ് ലോഡ് സാറ്റേണുമായിട്ട് 6th ഹൗസിൽ പോവുക, ശുക്രൻ സാറ്റേണുമായിട്ട് ബന്ധപ്പെട്ട് 6th 8th 12th 6, 8, 12 വരിക. അത് പുരുഷജാതകത്തിലാണെന്നുണ്ടെങ്കിൽ ഉറപ്പാണിതൊക്കെ, അനുഭവം കൂടിയാണ്. അത് ഒരുപാടിടത്ത് കണ്ടിട്ടുമുണ്ട്. ഇനി അടുത്തത് സീരിയസ് അപ്രോച്ച് ടു കിഡ്സ് അല്ലെങ്കിൽ ചിൽഡ്രൻ. 5-ാം ഭാവമല്ലേ, കുഞ്ഞുങ്ങളുടെ എത്ര കഷ്ടപ്പാടാണെങ്കിലും കുഞ്ഞുങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക, അവരുടെ കാര്യങ്ങൾ സ്ട്രക്ചർ ചെയ്യുക, അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അവരുടെ കാര്യങ്ങളെ പ്രധാനമായി കണ്ടുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യും. ഇതൊക്കെയാണ് 5th ഹൗസ്. 5th ഹൗസ് പ്രജ്ഞയാണ്, മേധയാണ്, വിവേകശക്തിയാണെന്നൊക്കെ പറഞ്ഞത്. ഒരു എപ്പോഴും ഒരു കൂടുതൽ കഷ്ടപ്പാട് ഞാൻ ചെയ്യണം, എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റണം എന്നുള്ള ഒരു ജാതി അല്ലാത്തൊരു രീതി ഉണ്ടല്ലോ, ഒരു ക്ഷത്രിയ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം ബ്രാഹ്മണ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പിരിച്വലായിട്ട് ആ ഒരു രീതിയിലായിരിക്കും പോകുന്നത്. വ്യാഴവും ശുക്രനുമൊക്കെ ആ ഒരു രീതിയിലായിരിക്കും ചിന്തിക്കുന്നത്. അതിൻ്റെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ്, അതിൻ്റെ ഒരു സ്വഭാവമാണ്, അവരുടെ രീതി അങ്ങനെയാണ്. ക്ഷത്രിയ സ്വഭാവം എന്ന് പറയുമ്പോൾ രവി, കുജൻ ഇതൊക്കെ ക്ഷത്രിയമാണ്. അപ്പോൾ രവിയുടെയും കുജൻ്റെയും സ്വഭാവം പോലെ ആയിരിക്കും ഒരാളുടെ ക്ഷത്രിയ ക്യാരക്ടർ. അപ്പോൾ രവിയും കുജനും കൂടുതൽ ബലമുള്ള ഒരാൾ ക്ഷത്രിയനാണ്. ബുധനും ചന്ദ്രനും ഒക്കെ ബലമുള്ള ഒരാളെന്ന് പറഞ്ഞാൽ വൈശ്യനാണ്. അയാൾക്ക് എപ്പോഴും എല്ലാത്തിനും ലാഭം നോക്കും. അത് നോക്കിയാൽ മനസ്സിലായി ബുധനും ചന്ദ്രനും ബന്ധമുള്ളവരാണ് ഏറ്റവും നന്നായിട്ട് ബിഹേവ് ചെയ്യുന്നത്. ഏറ്റവും നന്നായിട്ടുള്ള ബിഹേവിയർ വരുന്നത് ബുധനും ചന്ദ്രനും ബലമുള്ളവരാണ്. പക്ഷെ അവരുടെ ബിഹേവിയറിനൊക്കെ അവർ ലാഭം നോക്കിയിരിക്കും. ലാഭമാണ് മെയിൻ. അവരുടെ ബന്ധം സ്ഥാപിക്കണമെങ്കിൽ പോലും അവർക്കൊരു ലാഭമുണ്ട്. ബിഹേവിയർ അല്ല ക്യാരക്ടർ. ബുധചന്ദ്ര ബന്ധം ആർക്കൊക്കെ വന്നാലും അവർ വൈശ്യന്മാരാണ്, ലാഭമാണ്, കച്ചവടം ഇതൊക്കെ. ശനി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശനി ശൂദ്രനാണ്. ശൂദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജാതിയല്ല. ഞാൻ വീണ്ടും പറഞ്ഞത് ജാതിയായിട്ടല്ല ഋഷിമാർ കണ്ടതൊക്കെ പിന്നീട് ഉണ്ടാക്കിയ സാധനം. ഇതിവിടെ ഞാൻ പറയുന്നത് ഒരാളുടെ ക്യാരക്ടർ. അപ്പം ശനിക്ക് ബന്ധമുള്ള എല്ലാവർക്കും ഓവറായിട്ട് എഫേർട്ട് ഇടാനും ഓവറായിട്ട് സ്നേഹിക്കാനും എല്ലാം ചെയ്തു കൊടുക്കാനും ഒക്കെ. ഇപ്പോൾ ചില കല്യാണം കഴിച്ച് കഴിഞ്ഞ് കുറേ കാലം ഭർത്താക്കന്മാർക്ക് വേണ്ടിയിട്ട് ചില ഭാര്യമാരെല്ലാം ചെയ്തു കൊടുക്കും. എനിക്കറിയാവുന്നവരുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ വീട്ടിൽ കല്യാണം കഴിച്ച് അദ്ദേഹത്തോടുള്ള ആ ഒരു സ്നേഹം, അവർ
ദൈവത്തെ പോലെ അയാളെ കണ്ടിരുന്നത്. അപ്പോൾ അവർ മീനൊക്കെ കഴിക്കുകയാണെങ്കിൽ മുള്ളെടുത്ത് മാറ്റി വെച്ച് അതുവരെ ചെയ്ത് കൊടുക്കും. ഈ ഭർത്താവിൻ്റെ അച്ഛൻ പണ്ടൊരിക്കലും അവരോട് പറഞ്ഞിട്ടുണ്ട്, മോൾ ഇങ്ങനെയൊന്നും ചെയ്തു കൊടുക്കരുത്, ഇത് ഭാവിയിൽ നിനക്ക് ദോഷമാവും. കുറേ വർഷം ചെയ്തു കൊടുത്തു. പക്ഷേ അത്രയും ഒരു ഒരു എന്താ പറയുക, ഒരു സ്നേഹത്തോടെ പവിത്രതയോടെ കണ്ടിരുന്ന അത് പുള്ളിയുടെ ഭാഗത്തു നിന്നുണ്ടായ അനുഭവങ്ങൾ എന്ന് പറയുന്നത് ഒരാളുടെ ലൈഫിന് കൊടുക്കുന്ന ആ ഒരു ഒട്ടും റെസ്പെക്റ്റ് ഇല്ലാത്ത രീതിയിൽ പെരുമാറുന്ന ഒരവസ്ഥയൊക്കെ വന്നപ്പം ഞാനത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മ. അതേപോലെ തന്നെ തിരിച്ചു വളരെ സ്നേഹത്തോടെ പൊന്നുപോലെ കൈവെള്ളയിൽ കൊണ്ടു നടക്കുക എന്ന് പറയുന്ന പോലെ കൈവെള്ളയിൽ കൊണ്ടു നടന്നിട്ട് അഹങ്കാരം കൊണ്ട് ചെറിയ ഫാൻറ്റസികളുടെ പുറകിന് പോയിട്ട് ഏറ്റവും വേണ്ടപ്പെട്ട പലരെയും ചതിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അത് ചതിച്ച് കഴിഞ്ഞിട്ട് പിന്നീട് അതിൻ്റെ അകത്ത് ന്യായീകരണം കൂടാണ്. അതൊരു ഭയങ്കര നമ്മൾ ഈ കൺസൾട്ടേഷനിൽ സ്ഥിരം കാണുന്ന കാര്യങ്ങളൊക്കെ ന്യായീകരണങ്ങളും ന്യായീകരിച്ച ശേഷം ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു സ്ത്രീ പറഞ്ഞതാണ് എന്നോട്. അതായത് എനിക്ക് നിസ്സഹായതയൊന്നുമില്ല, അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഗതികേടൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പം ഞാൻ പോകുന്നെങ്കിൽ അങ്ങ് പോട്ടെ, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലാന്ന്. അപ്പം ഞാനത് കേട്ടുകൊണ്ടിരുന്നപ്പം ജീവിതത്തിൽ ഒരിക്കൽ പോലും ആ വ്യക്തിയെ ഒരിക്കൽ പോലും അവർ സ്നേഹിക്കുന്നില്ല എന്നുള്ളത് മനസ്സിലായപ്പോൾ ഞാൻ പറഞ്ഞു, മാഡം നിങ്ങളുടെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ പരിഹാരം, നിങ്ങളുടെ ദശാദോഷങ്ങൾക്കുള്ള പരിഹാരം ഇതാണെന്ന് പറഞ്ഞിട്ട് എഴുതിയും കൊടുത്തു. കാരണം നമ്മുടെ കൺസൾട്ടേഷൻ്റെ ഭാഗം അതാണ്, നമ്മളതങ്ങനെ ചെയ്തു. പക്ഷേ കേട്ടുകൊണ്ടിരിക്കുമ്പം ആ കേൾക്കുന്നതിനകത്തും ആ ഗ്രഹസ്ഥിതിയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം എന്ന് പറയുന്നത്, അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ ജാതകത്തിലെ 5th ഹൗസ് സാറ്റേണിൽ അയാൾ എത്രയോ കമ്മിറ്റഡായിട്ട് ഇടപെട്ടിട്ടും എന്നും അത് അങ്ങനെ തന്നെ ഉണ്ടാവും എന്നും അതൊരു ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് എടുത്തിട്ട് അതൊന്നും ഉണ്ടാവും, അതങ്ങനെയാണ്, അത് ചെയ്യണം, അതൊരു ശീലമായതുകൊണ്ട് അതിനൊരു വാല്യൂ ഇല്ലാതെ പോയി. അപ്പോൾ ഈ വാല്യൂ ഇല്ലാതെ പോകുന്ന രീതിയിലുള്ള ദാനം ചെയ്യരുത് 5th ഹൗസ് സാറ്റേൺ. അത് ജീവിതമായിക്കോട്ടെ, സമയമായിക്കോട്ടെ, ധനമായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, വാല്യൂ ഇല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ ആർക്കും വേണ്ടി ചെയ്തു കൊടുക്കരുത്. എന്താണെന്ന് ചോദിച്ചാൽ അതിന് പിന്നീട് നിങ്ങൾക്ക് ഒരുപാട് വിഷമം അനുഭവിക്കേണ്ടി വരും. കൊടുത്തും മേടിച്ചും ഒന്നും സ്നേഹം കിട്ടില്ല. 5th ഹൗസ് സാറ്റേൺ ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, കൊടുക്കുന്നത് കൊണ്ട് മാത്രമല്ല സ്നേഹം കിട്ടുന്നത്. കാശ് കൊടുത്തോ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുത്തോ കൊണ്ട് മാത്രം സ്നേഹം അല്ലെ കമ്മിറ്റ്മെൻറ്റ് തിരിച്ച് കിട്ടണം എന്നില്ല. അതൊരു വ്യക്തി ഗുണമാണ്. തമാശയ്ക്ക് ഞാൻ എൻ്റെ ക്ലാസ്സുകളിൽ പറയാറുള്ളൊരു കാര്യമാണ്. അതായത് ഏതൊരു സാധനം എടുക്കുമ്പോഴും അതിൻ്റെ ക്വാളിറ്റി ഇരിക്കുന്നത് അതിൻ്റെ കവറിലെ പുറമേയുള്ള കവറിൽ ആ സ്റ്റാൻഡേർഡ് ഓഫ് പ്രസൻറ്റേഷനിലല്ല, ആ ഒരു പ്രസൻറ്റ് ചെയ്യുന്നതിൻ്റെ സ്റ്റാൻഡേർഡിലല്ല ഇരിക്കുന്നത്. അതിനുള്ളിൽ നമ്മൾ എന്ത് സാധനമാണോ മേടിക്കുന്നത് അതിൻ്റെ ക്വാളിറ്റി എങ്ങനെ ഇരിക്കും, അതിൻ്റെ പ്രൊഡക്ഷൻ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നോക്കണം. പ്രൊഡക്ഷൻ ക്വാളിറ്റിക്കനുസരിച്ചിരിക്കും. അതുപോലെ തന്നെയാണ് വ്യക്തിയും. അത് കുടുംബത്തിൽ വളർന്ന സാഹചര്യങ്ങളുടെയും ജീവിതങ്ങളുടെയും ഒക്കെ അനുസരിച്ച് ഇരിക്കും വ്യക്തികളും. അതുകൊണ്ട് 5th ഹൗസ് സാറ്റേൺ ആൾക്കാർ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ആൾക്കാരുമായിട്ട് ബന്ധപ്പെടുമ്പം 5th ഹൗസ് സാറ്റേൺ മാത്രമല്ല എല്ലാ ആൾക്കാരും അത് ശ്രദ്ധിക്കുകയും വേണം. ഇതിനോടൊപ്പം തന്നെ നെഗറ്റീവ് ട്രൈറ്റ്സ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ക്രിയേറ്റിവിറ്റിയിലുള്ള ഡൗട്ടാണ്. ശനി പ്രശ്നമാകുമ്പോൾ പല പ്രശ്നങ്ങളോട് ഞാൻ മുമ്പ് പറഞ്ഞ ക്രിയേറ്റിവിറ്റിയിലുള്ള ഡൗട്ട്, ട്രസ്റ്റ് ഇഷ്യൂസ്, സ്വയം ഒരു വിശ്വാസമില്ലാതിരിക്കുക, മറ്റുള്ളവരെ വിശ്വസിക്കാതിരിക്കുക, അതുപോലെ തന്നെ ക്രിയേറ്റീവ് ബ്ലോക്സ്, മടി, ഭയങ്കര മടി വന്നിട്ട് പിന്നെ ദുഷ്ടമനസ്ഥിതി വരിക, നികൃഷ്ടനാവുക, കിടന്ന് നരച്ചിരുന്നിരുന്നിരുന്നിരുന്ന് ആരോഗ്യഹീനനാവുക, മറ്റുള്ളവരെ കുറ്റം പറയുക, മറ്റുള്ളവർ വളരുന്നതിൽ സന്തോഷിക്കാതിരിക്കുക, എനിക്കിതിലും കൂടുതൽ കഴിവുണ്ടായിരുന്നല്ലോ പിന്നെ എനിക്ക് അവരെത്തുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചാൽ നെഗറ്റീവായിട്ടുള്ള അവസ്ഥകൾ വരിക, പെട്ടെന്ന് വെറുക്കപ്പെടുക, ആൾക്കാരോട് വെറുക്കപ്പെടുക, ഭയങ്കര അസ്വസ്ഥനാവുക, ഫ്രസ്ട്രേറ്റഡ് ആവുക, മറ്റുള്ളവരുടെ മുന്നിൽ വെറുക്കപ്പെടുന്നവനാവുക, ഫ്രീ ആവാതിരിക്കുക, എപ്പോഴും എന്തെങ്കിലുമൊക്കെ എൻഗേജ് ചെയ്ത് ചുറ്റുപാടുകളിൽ എപ്പോഴും ചുറ്റുപാടുകളും ഒക്കെ ആയിട്ട് ഒട്ടും ഫ്രീ ആവാതിരിക്കുക. അതുപോലെ തന്നെ ഓവർലി സീരിയസ്ഡ് ആയിട്ടുള്ള റൊമാൻറ്റിക് ലൈഫിൽ പെട്ടുപോയിട്ട് ഓവർലി സീരിയസ്ഡ് ആവണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സീരിയസ് ആവണം. പക്ഷെ ഓവർലി എന്ന് പറയുമ്പോൾ ഒരു നെഗറ്റീവായിട്ട് നോക്കിയാൽ
ഓവർലി സീരിയസ്ഡ് ആയിട്ട് ശേഷം അവർ യൂട്ടിലൈസ് ചെയ്തിട്ട് ഒരു വാല്യൂ ഇല്ലാതെ ഒരു ഇതുമില്ലാതെ ഒറ്റ ദിവസം കൊണ്ട് തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥ. ചിലപ്പോൾ ആ സമയത്തായിരിക്കും എന്നോട് ഒരാൾ പറഞ്ഞു, ഓർമ്മയുണ്ട് സാർ, ആ ഒരു പ്രശ്നം ഉണ്ടായി, അയാളെ ചതിക്കപ്പെട്ടു. അയാൾ ഇന്ന് തിരിച്ചറിഞ്ഞപ്പം കുറച്ച് ദിവസമൊക്കെ ഉണ്ടായിരുന്നിട്ട് ഇവർ ഇയാൾ വിളിക്കാൻ നോക്കിയപ്പോൾ ഒരു ഫോൺ എടുത്തിട്ടില്ല. പിന്നെ ഈ നിമിഷം വരെയും തിരിച്ചു വിളിച്ചിട്ടില്ല. കൺസൾട്ടേഷൻ എടുക്കുന്ന കുറേ കാലത്തോളം തിരിച്ചു വിളിച്ചിട്ടില്ല. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, അതിൻ്റെ തലേദിവസം രാത്രിയിൽ വരെ എന്നോട് സ്നേഹത്തോടെ സംസാരിച്ചിരുന്ന ഒരാൾ പിറ്റേ ദിവസം അവരുടെ ഭാഗത്തൊരു തെറ്റ് ഞാൻ കാണുകയും അത് തിരിച്ചറിയുകയും ചെയ്തതിന് ശേഷം പിന്നെ ഈ നിമിഷം വരെ എന്നെ വിളിച്ചിട്ടില്ല. അവർക്ക് ഇത്രയും ദിവസം എന്നെ വിളിക്കാതിരിക്കാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ തിരിച്ചറിയുന്ന നിമിഷങ്ങളായിരുന്നു സാർ. അതെന്ന് നമ്മളിത് കേട്ടോണ്ടിരിക്കുമ്പോണ്ടല്ലോ നമുക്ക് ഭയങ്കര സങ്കടം വരും. കാരണം നമ്മൾ മനുഷ്യരല്ലേ, എത്രയായാലും നമ്മൾ ഈ അവസ്ഥകളിലൂടെയും പല സാഹചര്യങ്ങളിലൂടെയും കടന്നു പോകുന്നതാണ്. സ്നേഹവും ഒക്കെ ആഗ്രഹിക്കുന്നവരാണ്, സ്നേഹം ഇഷ്ടപ്പെടുന്നവരാണ്, കുഞ്ഞുങ്ങളുള്ളവരാണ്, നമ്മൾ പല സൗഹൃദങ്ങളിലൂടെ പോകുന്നവരാണ്, കൂട്ടുകാരുള്ളതാണ്, എല്ലാ കാര്യങ്ങളോടും ബന്ധപ്പെട്ടാണ്. അപ്പം നമ്മുടെ മുന്നിൽ വേറൊരു മനുഷ്യൻ ഇരുന്നിട്ട് അയാളുടെ ഒരു നിസ്സഹായാവസ്ഥ പറയുമ്പം ഇതൊന്നും കുഴപ്പമില്ല, അതൊക്കെ ശരിയാകുമെന്ന് പറയാൻ നമുക്ക് പറ്റില്ല. ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പറയാം. അപ്പോൾ ആ വർഷങ്ങൾ 10-15 വർഷത്തെ ഏകദേശം ഒരു 10-14 വർഷത്തെ പ്രണയം വളരെ നിസ്സാരമായിട്ട് അവരതിനെ ഒഴിവാക്കി അവരുടെ ഇതിലേക്ക് പോകുന്നത് കണ്ടിട്ട് അയാൾ തകർന്നിരിക്കുമ്പം എന്താ ചെയ്യുക? ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ആ ഒരു ട്രോമ അടിച്ച് എല്ലാ ഒരു ഇമോഷണൽ ഡിസ്റ്റൻറ്റ് കീപ്പ് ചെയ്യും എല്ലാത്തിൽ നിന്നും. പിന്നെ ഒരുപാട് റിസർവ്ഡ് ആവും, ഒന്നും വേണ്ട എന്നുള്ള തോന്നൽ വരും. സാറ്റൻ ഒരു കോൾഡ് പ്ലാനറ്റാണ്, ഭയങ്കര തണുപ്പാണ്. അപ്പം ഈ തണുപ്പെന്ന് പറയുമ്പം വെറും തണുപ്പല്ല, ഈ ഐസ് ഭയങ്കര കല്ല് പോയിരിക്കും. അപ്പം ആ ഒരു തണുത്ത മട്ട്, ആ ഒരു കോൾഡ്നെസ്, ആ ഉറപ്പ് എല്ലാത്തിലും, 5th ഹൗസിൽ ക്രിയേറ്റിവിറ്റി ആയിക്കോട്ടെ, പ്രജ്ഞ ആയിക്കോട്ടെ, മേധ ആയിക്കോട്ടെ, വിവേകശക്തി ആയിക്കോട്ടെ, ഉപാസനാദി വിഷയങ്ങളായിക്കോട്ടെ, എല്ലാത്തിനും ഒരു തണുത്ത മട്ടായിരിക്കും എന്നുള്ളതാണ്. അത് റിലേഷൻഷിപ്പിലും എല്ലാ മേഖലകളിലും ഒരു തണുത്ത മട്ട് വരികയും ചെയ്യും. അതുപോലെ തന്നെ 5th ഹൗസ് രവി, 5th ഹൗസ് സാറ്റേൺ, ഇതൊക്കെ തന്നെ ഉദരരോഗങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അതുപോലെ തന്നെ 5th ഹൗസ് സാറ്റേൺ ഡിപ്രഷൻ സാധ്യതയുണ്ട്. 5th ഹൗസ് സാറ്റേണിനോടൊപ്പം കുജനോ അല്ലെങ്കിൽ രാഹു അങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങൾ, രവിയൊക്കെ വന്നിട്ട് 3, 4, 5 ഭാവാധിപന്മാരുടെ ദോഷസ്ഥിതിയൊക്കെ, നാർസിസം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഭയങ്കര ആൾക്കാരോട് ഭയങ്കര അടിപൊളിയായിട്ടായിരിക്കും ഇടപെടുന്നത്. അതായത് കപടനാട്യക്കാരനായിരിക്കും, സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും ഇടയിൽ നല്ല മനുഷ്യസ്നേഹിയും മറ്റുള്ളവരുടെ മുന്നിൽ നല്ല ആൾക്കാരുമായിരിക്കും. പക്ഷെ അടുത്തിടപെടുമ്പോൾ മാത്രം മനസ്സിലാവുന്ന കാപട്യങ്ങളോട് കൂടിയിട്ടുള്ള വ്യക്തിയാവാനും സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് നമ്മളിങ്ങനെ നീട്ടിപ്പോകുന്നില്ല. 5th ഹൗസ് സാറ്റേൺ എന്ന് പറഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഡിസിപ്ലിനാണ്, സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരിതാണ്, കമ്മിറ്റഡ് ആണ്, മക്കളുമായിട്ടും ലവിനോടും ഒക്കെ കമ്മിറ്റഡ് ആയിരിക്കും, ലോയലായിരിക്കും, അതിനുവേണ്ടി ഒരുപാട് എഫേർട്ട് ഇടും, ഒരുപാട് സമയം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും, സീരിയസ് അപ്രോച്ച് ആയിരിക്കും കിഡ്സിനോട്, ക്രിയേറ്റീവ് കാര്യങ്ങളോട്, എല്ലാത്തിനോടും ഒരു വല്ലാത്തൊരു അടുപ്പവും സ്നേഹവും ഒരു ലോയലിറ്റിയും ധർമ്മബോധവും കഷ്ടപ്പെടാനൊരു വിഷമമില്ല, അത് ചെയ്യുകയും ചെയ്യും. എന്നാൽ നെഗറ്റീവായി കഴിഞ്ഞാൽ മടി വരും, തളർച്ച വരും, ഒറ്റപ്പെട്ടിരിക്കുക എന്നൊരവസ്ഥ വരും, ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റുകൾ വരും, ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ ഡൗട്ട് വരും, ക്രിയേറ്റീവായിട്ടുള്ള ബ്ലോക്സ് വരും, ഇമോഷണലി എല്ലാത്തിൽ നിന്നും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ നോക്കും. അങ്ങനെ മൊത്തത്തിൽ ഒരു ട്രോമ എന്തൊക്കെ തരുന്നോ അതിൻ്റെ എല്ലാ എഫക്റ്റുകൾ ജീവിതത്തിൽ വരികയും ചെയ്യും. ശാസ്താവിൻ്റെ പ്രീതിയാണ് വരുത്തുന്നത്. 5th ഹൗസ് സാറ്റേൺ എന്ന് പറയുന്നത് യോഗയുടെയും യോഗിയുടെയും ഒക്കെ കാരകന്മാരായതുകൊണ്ട് തന്നെ സന്യാസിമാരുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യുകയും, ഉത്തമരായിട്ടുള്ള സന്യാസ വേഷധാരികളല്ല കേട്ടോ, ഞാൻ സിദ്ധപുരുഷന്മാരെ ഉദ്ദേശിച്ച്, ഇല്ലെങ്കിൽ
അവർ എഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങൾ, ഇപ്പം രമണ മഹർഷിയാണെങ്കിലും അല്ലെങ്കിൽ അതുപോലെ പഴയ നല്ല യോഗിമാർ, ശ്രീനാരായണ ഗുരുദേവനെ പോലെ അല്ലെങ്കിൽ ചട്ടമ്പി സ്വാമികളെ പോലെയൊക്കെയുള്ള, വേദവ്യാസ ഭഗവാനെ പോലെ, നാരദ ഭഗവാനെ പോലെയൊക്കെയുള്ള യോഗീശ്വരന്മാർ, യതിവര്യന്മാർ എഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങൾ പഠിക്കുകയും അതിലെ വിഷയങ്ങൾ ഉൾക്കൊണ്ട് ധ്യാനിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ധ്യാനിക്കണം, റീതിങ്ക് ചെയ്യണം. ഇൻട്രോസ്പെക്ഷൻ, ഫിഫ്ത്ത് ഹൗസ് ഒരു പ്രധാന കാര്യമാണ്. ഇൻട്രോസ്പെക്ഷനാണ് ഫിഫ്ത്ത് ഹൗസിൻ്റെ മെയിൻ ഉപാസന എന്ന് പറയുന്നത്. ഇൻട്രോസ്പെക്ഷൻ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുക. അതെല്ലാം ഏത് പ്ലാനറ്റ് വന്നാലും എല്ലാവരും ചെയ്യേണ്ട കാര്യമാണ്. ഫിഫ്ത്ത് ഹൗസ് സാറ്റർൻ നിൽക്കുന്നവർ ഉറപ്പായിട്ടും ചെയ്യണം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ പുതിയൊരു സബ്ജക്റ്റുമായിട്ട് ഞാൻ കാണാം. നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ചിരുന്ന് ചിന്തിക്കുകയും ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.